നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ഇന്ന് CSK അതിനിർണായകമായൊരു പോരാട്ടത്തിനിറങ്ങുകയാണ്. SRHനെതിരെ ഇന്ന് അവർക്ക് ജയിക്കണം, പിന്നെ GTക്കെതിരെയും ജയിക്കണം. എന്നാൽ അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ പറ്റും. SRHനാണെങ്കിൽ ഇന്ന് ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനും പറ്റും. ചെപ്പോക്കിൽ ഇന്ന് രാത്രി 7:30 ആരംഭിക്കുന്ന മത്സരത്തിൽ തീപറക്കുന്ന ഒരു പോരാട്ടം വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. CSK ഇപ്പോൾ 5-ാം സ്ഥാനത്താണ്. 12 കളി 12 പോയിന്റ്, 0.027 നെറ്റ് റൺ റേറ്റ്. SRH 12 കളി 14 പോയിന്റ്, 3-ാം സ്ഥാനത്താണ്. CSKക്ക് കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളുടെ റിസൾട്ട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇനി അവർ ജയിച്ചേ പറ്റൂ. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം MSD കളിക്കുമോ എന്നുള്ളതാണ്. MSD ഇന്നലെയും ട്രെയിനിങ് ഒക്കെ നടത്തുകയുണ്ടായി. പക്ഷേ കളിക്കുകയില്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 30-40 മിനിറ്റ് അദ്ദേഹം ഇന്നലെ ട്രെയിനിങ് നടത്തി. ത്രോ ഡൗൺസും അതുപോലെ തന്നെ സ്പിൻ ബൗളേഴ്സിനെയും ഒക്കെ അദ്ദേഹം നേരിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടം വിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ആരും നൽകുന്നില്ല. അതേസമയം CSKക്ക് അവരുടെ പുതിയ സൈനിങ് ജെയ്മി ഓവേർട്ടിന് പകരം ഡിയാൻ ഫോറസ്റ്ററിനെ കൊണ്ടുവന്നിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ താരം ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കളിക്കുമോ എന്ന കാര്യം കണ്ടറിയണം. സാധ്യത കുറവാണ്. മറുഭാഗത്ത് SRH ഒരു പക്ഷേ ചില മാറ്റങ്ങൾ ഹർഷ്ദ്യൂബയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ്, ഉർവിൽ പട്ടേൽ, കാർത്തിക് ശർമ്മ, ദേവൽഡ് ബ്രവിസ്, ശിവം ദ്യൂബെ, പ്രശാന്ത് വീർ, അഖിൽ ഹുസൈന്, അൻഷുൽ കമ്പോജ്, സ്പെൻസർ ജോൺസൺ, നൂർ അഹമ്മദ്, മുകേഷ് ചൗധരി. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷന്, ഹെൻറിക് ക്ലാസൻ, സ്മാഡൻ, നിതീഷ് കുമാർ റെഡ്ഡി, സെലിൽ അറോറ, പാറ്റ് കമിൻസ്, ഹർഷ് ദ്യൂബെ, ശിവാങ് കുമാർ, ഇസാൻ മലിംഗ, സാക്കിബ് ഹുസൈന്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CSKക്ക് നേരത്തെ SRHുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ വിജയത്തിന് തൊട്ടരികിൽ നിന്ന് അവർ തോൽക്കുകയായിരുന്നു. 10 റൺസിലാണെന്ന് തോറ്റത്. അതിപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ കളിയിൽ LSGയിൽ നിന്ന് കിട്ടിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അതൊരു വല്ലാത്ത കിട്ടലായിരുന്നു. അതിൽ ടീം ഉലഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ അവർക്ക് അനിവാര്യമായി കിടക്കുന്നത്. എന്തു സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും SRHനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ച അവർക്ക് ഓഫ് ഉണ്ടായിരുന്നു. താരങ്ങൾ ഇപ്പം ഇഷാൻ കിഷനൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് മടങ്ങി വരികയാണ്. ഏതായാലും ഫ്രഷ് ആയിട്ടാണ് അവരുടെ താരങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു ഊർജം നമ്മൾ പ്രതീക്ഷിക്കണം. ജയിക്കുക, പ്ലേ ഓഫ് ഉറപ്പിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. CSKക്ക് ജയിച്ചേ പറ്റൂ, എങ്കിലേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. എന്തും സംഭവിക്കാം, കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.